ലേറ്റസ്റ്റായിട്ട് മഞ്ജു പിള്ള ഉണ്ടെങ്കിൽ തൻ്റെ മകൾക്കെതിരെ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ മറുപടി എന്നുള്ള രീതിയിൽ തൻ്റെ മുകളിലിട്ടൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു കാര്യങ്ങൾ എന്താണ് മഞ്ജു പിള്ളയുടെ മോൾക്കെതിരെയൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, കുറേയധികം വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കാര്യം, അതിനുശേഷം ഇപ്പം എന്താണ് പ്രതികരിച്ചത് എന്നുള്ള രീതിയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ജു പിള്ളയുടെ മോളെന്ന് പറയുന്നത് കുറച്ച് വ്ളോഗൊക്കെ കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. മഞ്ജു പിള്ളയുടെ മോളോ ആയിട്ടുള്ള ഈ ഒരു ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് വെളിനാട്ടിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ഫാഷൻ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഫോട്ടോസ്, വീഡിയോസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേയധികം പേര് അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഷഫീന ബീബി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മകളെ പറ്റി ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് പല പോസ്റ്റുകളും ഞാൻ ആ ഒരു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് ഡ്രസ്സിങ് ഒക്കെ ചെയ്തേക്കുന്നത്. എന്താണ് ഇതുപോലെയൊക്കെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഫോട്ടോസ് എടുത്ത് പബ്ലിക്കിൽ ഇടുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഷഫീന ഉണ്ടെങ്കിൽ മഞ്ജു പിള്ളയ്ക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതേ കണക്ക് കയറൂരി വിട്ടുകൊണ്ടാണ് ഇതേ കണക്ക് ഓരോന്ന് കാണിക്കുന്നത്. പബ്ലിക്കിൽ വന്നിട്ട് ഇവരെയൊന്നും ആരും ഒന്നും പറയത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇതേ കണക്കൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് ഇടുന്നതിന് മുമ്പ് ആലോചിക്കണം. പുതിയ തലമുറയൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും അല്ല ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുണി അഴിച്ച് നടക്കുന്നതല്ല എന്നുള്ള രീതിയിലടക്കം ഷഫീന ബീവി ഭയങ്കരമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മഞ്ജു പിള്ളയ്ക്കും ഭർത്താവിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ അങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇതൊക്കെ ഫാഷൻ ഡിസൈനിങ് ആണെന്നൊക്കെ പറഞ്ഞ് അവർ കുറേയധികം പേര് ആൾക്കാർ ഇതൊക്കെ കണ്ട് വിശ്വസിക്കുമായിരിക്കും. ഇതൊന്നും ഫാഷൻ ഡിസൈനിങ് അല്ല. അങ്ങനെ ഈ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ശരീരം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ റോഡിലൊക്കെ വന്ന് ചെയ്ത് മുമ്പിലൊക്കെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഷഫീന ഉണ്ടെങ്കിൽ ഈ ഒരു ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ടൊക്കെ വന്നിട്ട് ആ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരിട്ട വീഡിയോയുടെ താഴെ. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ വേറൊരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം കമൻറ്റ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അവർക്ക് സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ട് കമൻ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊന്നും കാര്യം അറിയാതെ ആണ് സംസാരിക്കുന്നത്. ഇവരൊക്കെ ഭയങ്കര ഫെമിനിസ്റ്റ് ആണെന്നൊക്കെയാണ് സംസാരം. പക്ഷേ ഫെമിനിസം എന്ന് പറയുന്നത് തുണി ഊരുന്ന കാര്യമൊന്നും അല്ല. ഇവിടെ കുറേയധികം പേര് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പെൺകുട്ടികളായ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് തുണി ഊരി നടക്കുക എന്നുള്ള രീതിയിൽ കുറേയധികം പേർക്ക് വിചാരമുണ്ട്. അതിലൊരു വ്യക്തി കൂടിയാണ് ഈ ഒരു ദയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നത് അത് അച്ഛനും അമ്മയൊന്നും നോക്കാതെ, അച്ഛനും അമ്മയൊന്നും ഇതിലൊന്നും പറയുന്ന പോലുമില്ല. ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന കുട്ടികളുണ്ട്. പിന്നെ എനിക്കെതിരെ ഇതേ കണക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞ് എനിക്കൊരു ചുക്കുമില്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും എന്നുള്ള കാര്യങ്ങളടക്കം ഷഫീന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തെറ്റെന്ന് തോന്നിയ കാര്യം ഞാൻ പറയും, അതിൽ ആർക്കെന്ത് പുള്ളിയാലും കുഴപ്പമൊന്നുമില്ല, അത് മഞ്ജു പിള്ളയുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ പോലും ഞാൻ പറയും എന്നുള്ള രീതിയിൽ ഈ ഒരു ഷഫീന ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം കുറേയധികം ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷഫീനയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷഫീന വിചാരിച്ച ഇത് കണക്ക് വീഡിയോ ചെയ്യുമ്പം ചിലപ്പോൾ ആ ഒരു ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ആ കുട്ടിക്കെതിരെ ആയിരിക്കും വരും എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് തന്നെ കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു ഷഫീനയ്ക്കെതിരെ തിരിഞ്ഞിട്ടാണ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് ഈ ഒരു ദയാ സുജിത്തിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കാര്യമൊക്കെ എടുക്കേണ്ട, എല്ലാം റെഡിയാവും, കുഴപ്പമൊന്നുമില്ല, അതൊന്നും വിട്ട് കളയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിന് ശേഷമൊന്നും ആ സമയത്തൊന്നും ഈ ഒരു
കുട്ടി പ്രതികരിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേയധികം പേര് ഈ ഒരു ഷഫീനയ്ക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്കിൽ. കാരണം ഷഫീനയ്ക്ക് നേരത്തെയും കുറേയധികം പേര് ഷഫീനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. കാരണം ഷഫീന മെയിനായിട്ട് എടുക്കുന്ന പലരുടെയും ടോപ്പിക് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ ഷഫീനയ്ക്കെതിരെയൊക്കെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്തിനാണ് മറ്റുള്ളവരെന്ത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത്? അത് അവരവരെ ഇഷ്ടമാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഏത് ഡ്രസ്സാണെന്ന് വെച്ചാൽ ഇടണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഏത് ഡ്രസ്സ് ഇടണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് അവരവരെ ഇഷ്ടമാണ്. അല്ലാതെ നിങ്ങളല്ല അതൊന്നും തീരുമാനിക്കേണ്ടേ എന്നുള്ള രീതിയിൽ കുറേയധികം പേര് ഈ ഒരു ദയ സുജിത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് പിന്നെയും ഈ ഒരു ഷഫീന തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, കുറേയധികം പേര് കമൻസിൽ വന്നിട്ട് ഞാൻ പുരോഗമനമൊന്നും ഇല്ലാത്ത ആളാണെന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവരൊന്നും കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. പുരോഗമനം എന്ന് പറഞ്ഞിട്ട് തുണി അഴിക്കുന്നതല്ല എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പിന്നെയും പറയുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ പുരോഗമനമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ ഉമ്മയുടെ ഉമ്മയൊക്കെ പറയുമായിരുന്നു ജോലിക്ക് പോകരുത്, അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ, വണ്ടി ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതൊക്കെ എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഞാനോ ഒന്നും കേട്ടിട്ടില്ല. ഞങ്ങൾ ജോലിക്ക് പോകേണ്ടത് ജോലിക്ക് പോയിട്ടുണ്ട്. ഇപ്പം ബൈക്ക് ഓടിക്കണമെങ്കിൽ ബൈക്ക് ഓടിക്കും, സൈക്കിൾ ചവിട്ടണമെങ്കിൽ സൈക്കിൾ ചവിട്ടും. ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫെമിനിസം അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതി എന്ന് പറയുന്ന ആ രീതിയിലൊക്കെയാണ്. നമ്മളുണ്ടെങ്കിൽ ഒരാൾ നമ്മൾ സമൂഹത്തിൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അതായത് ജോലിക്ക് പോരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതിനൊക്കെ എതിരെയാണ് സംസാരിക്കേണ്ടത്. അതിനാണ് ഫെമിനിസം എന്നും കൂടി പറയുന്നത്. അല്ലാതെ ഒരിക്കലും തുണി അഴിച്ചിട്ടുള്ള രീതിയിലല്ല. അതൊന്നും അല്ല ഫെമിനിസം. കുറേയധികം പേര് ഈ ഒരു തുണിയൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നതാണ് ഫെമിനിസം എന്നുള്ളതൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല. അത് കാര്യം അറിയാതെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഷഫീന ആ ഒരു വീഡിയോയിൽ പിന്നെയും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും കമൻറ്റ് ബോക്സ് ഫുള്ള് ഷഫീനയ്ക്കെതിരെ തന്നെയാണ് കുറേയധികം പേരെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് ചിലർ ഷഫീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ഷഫീന പറഞ്ഞതാണ് ശരിയായിട്ടുള്ളൊരു കാര്യം, ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല, തുണി അഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കുട്ടിയെ പിന്നെ മോശമായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കുട്ടി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേയധികം വീഡിയോസ് എനിക്കെതിരെ വന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലൊന്നും അങ്ങനെ പ്രതികരിക്കേണ്ട എന്നൊക്കെ വെച്ചിട്ട് ഇരുന്നതാണ്. പക്ഷെ എന്നാലും കുറേയധികം രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും. ഇതൊക്കെ ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിയൊക്കെയാണ്. അവരെൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അവരെന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ചിലർ വിചാരിക്കാം ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ വിചാരിക്കാമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാനുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും. അതിലൊരു മാറ്റങ്ങളോ ഒന്നും വരുത്തത്തില്ല. ഞാൻ ഇതേ കണക്കുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, ഞങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യാമെന്നടക്കം കുറേയധികം പേര് കമൻസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോഴൊക്കെയാണ് ഇനിയും ഇതുപോലെ വീഡിയോസ് ചെയ്യാനും ഈ ഒരു എനിക്കെതിരെ വരുന്ന നെഗറ്റീവിൽ നിന്നൊക്കെ മാറി പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഞാനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും അധികം ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ എനിക്ക് ഫുള്ള് സപ്പോർട്ടാണ്. അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് മറ്റ് ചിലർക്ക് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കുറേയധികം പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ ദയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് താഴെ വന്നിട്ട് ദയയ്ക്ക് ഫുള്ള് സപ്പോർട്ടായിട്ടാണ് എല്ലാവരും കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ദയയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ പറയുന്നവരെയൊന്നും കേൾക്കണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലയിൻ്റൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ദയയ്ക്ക് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഷഫീനയ്ക്കെതിരെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഷഫീന തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് എനിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്.
അതിലൊന്നും എനിക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനുണ്ടെങ്കിൽ തെറ്റായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ള കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്ക് വേദനിച്ചാലും വേദനിച്ചില്ലെങ്കിലും അതെനിക്ക് പറയണം തോന്നി പറഞ്ഞു. എനിക്കത് ഇപ്പോഴും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ തെറ്റായിട്ട് ഞാൻ ചെയ്തു എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു ഈ ഒരു ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് ഈ ഒരു മഞ്ജു പിള്ള ഇതിനൊക്കെതിരെ പ്രതികരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും മഞ്ജു പിള്ള അതിനെതിരെ പ്രതികരിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറേയധികം പേര് ഈ ഒരു ദയയുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഫോളോവേഴ്സ്, അതുപോലെ തന്നെ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ ഒരു ദയയ്ക്ക് സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ദയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മഞ്ജു പിള്ളയായിട്ടൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നു എന്നുള്ള തമാശയായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി മഞ്ജു പിള്ള സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേയധികം വിമർശനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാനോ ഒന്നും തനിക്ക് വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്തിനാണ് പ്രതികരിച്ചിട്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറേയധികം പേർക്കെങ്കിലും മറ്റുള്ളവരെ പറ്റി എന്തും പറയാം എന്നുള്ള രീതിയിലൊക്കെയാണ് ചിന്തകൾ. പക്ഷേ ഈ ഒരു കാര്യം, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരെയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മറ്റുള്ളവരോ വന്നൊന്നും അടച്ചു തീർക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, നമുക്കെതിരെയൊക്കെ പറയുമായിരിക്കും. അതൊന്നും വലിയ കാര്യമാക്കി എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതേ സമയത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിക്കുന്നില്ല. അവർ നമ്മളെ ഇങ്ങോട്ട് അങ്ങനെ ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി. അല്ലാതെ ഇതേ കണക്ക് ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അതിനൊക്കെ വലിയ കാര്യത കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ കൂടിയാണ് മഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ പറയേണ്ടവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് മഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിന് താഴെ വന്നിട്ട് ദയാ സുജിത്തിനും മഞ്ജു പിള്ളയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്.